ഉപ്പ്, മുളക്, ഇഞ്ചിയുടെ പൗഡർ, കുരുമുളക്, ഗരം മസാല, മഞ്ഞൾ, നാരങ്ങാനീര്, വെള്ളം ഒഴിച്ച് ഇളക്കി മീനിനകത്ത് പുരട്ടി മീൻ നമുക്ക് അടച്ചു വെക്കാം. വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫിഷ് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തതിനകത്തോട്ട് തന്നെ അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് സവാള കട്ട് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊടി ഇതൊന്ന് മുരിച്ചെടുക്കുക. 1 സ്പൂൺ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് മുരിച്ചെടുക്കുക. അത് മൊരിഞ്ഞ് തുടങ്ങി മുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. മൊരിഞ്ഞ് തുടങ്ങി അതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ആ ടൊമാറ്റോ സോഫ്റ്റായി. ഇനി അതിനകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടെ അത് വൃത്തിയായിട്ട് ഇളക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കേട്ടെ, വാ എന്താ മണം! ബ്ലാക്ക് ആവോലി വെച്ചുണ്ടാക്കിയ ബിരിയാണി. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം പുതിനയില ഇട്ട് കൊടുക്കണം. ആ ബിരിയാണിയിൽ അല്പം ഈ പ്ലേറ്റിലോട്ട് ഞാൻ നിരട്ടെ. നല്ല മണം. ദിവസം നമ്മൾ ചിക്കൻ്റെ ഒക്കെ ബിരിയാണി അല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ബ്ലാക്ക് ആവോലി വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ഒന്ന് കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ എടുക്കാം. ഈ പപ്പടം കൂടെ എടുക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഫ്രൈ നല്ലപോലെ അങ്ങ് മൊരിഞ്ഞു ആ മീൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. ഇത് മീനായതുകൊണ്ട് നമുക്ക് രാത്രി കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകാമെങ്കിലുണ്ടല്ലോ ഫുഡ് നന്നായിട്ട് അവിടെ ഇരിക്കും. നമുക്ക് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം മീനല്ലേ. അപ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആവോലി വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബ്ലാക്ക് ആവോലി വെച്ചുണ്ടാക്കിയ ബിരിയാണി, അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ. ഇഷ്ടമായോ എല്ലാവർക്കും?